ഷിക്കാരി ശംഭുവിനെ പോലെ ഒരു ക്യാരക്ടറാണ് ജിൻഡോ എന്നും ബിഗ് ബോസിനെ പറ്റിയ ഗെയിമർ അല്ലെന്നും പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി ഫിറോസ് ഖാൻ. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ജിൻഡോയുടെയും ജാസ്മിന്റെയും ഗെയിമിനെ കുറിച്ച് തനിക്ക് തോന്നിയ കാര്യങ്ങളും ഫിറോസ് സംസാരിക്കുന്നുണ്ട്. ബാലമാസികകളിൽ ഷിക്കാരി ശംഭു എന്നൊരു ക്യാരക്ടറുണ്ട്. നമുക്കെല്ലാം പുള്ളിയെ വളരെ ഇഷ്ടമാണ്. പുള്ളി ഒന്നും തന്നെ ചെയ്യുന്നില്ല, പക്ഷെ എല്ലാത്തിന്റെയും ക്രെഡിറ്റ് അവസാനം പുള്ളിക്ക് വരും. അത്തരത്തിലൊരു ക്യാരക്ടറാണ് ജിൻഡോ എന്നും തനിക്ക് ജിൻഡോയെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണെന്നും വലിപ്പം മാത്രമേ ഉള്ളൂ, ജിൻഡോ വളരെ ശുദ്ധനാണെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. പുള്ളി അറിയാതെ തന്നെ ഹൗസിൽ ഒരു ഗെയിം നടക്കുന്നുണ്ട്. ചിന്തിച്ച് കണക്ക് കൂട്ടി ഒരാളെ തോൽപ്പിക്കണം എന്നതൊന്നും പുള്ളിക്ക് അറിയില്ല. പക്ഷെ ലക്കുള്ളത് കൊണ്ട് പുള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നും ബിഗ് ബോസിനെ പറ്റിയ ഒരു ഗെയിമർ അല്ലെന്ന് ജിൻഡോ എന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി. ജിൻഡോ ഗെയിമർ അല്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് അവതാരകൻ ഫിറോസ് ഖാനോട് ചോദിക്കുന്നുമുണ്ട്. പുള്ളി ഗെയിം കളിക്കുന്നില്ല എന്നതാണ് അതിന് മറുപടിയായി ഫിറോസ് ഖാൻ പറഞ്ഞത്. സംസാരിച്ച് വിജയിക്കാനോ ബുദ്ധിപരമായ കാര്യം കൊടുത്താലോ പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുകയില്ലെന്നും, എന്നാൽ ജാസ്മിന് നന്നായി സംസാരിക്കാനും ബുദ്ധിപരമായി ചിന്തിക്കാനും കഴിവുണ്ട് എന്നും, പക്ഷെ ജാസ്മിൻ പ്രണയത്തിൽ പാളിപ്പോയി എന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട്. ലവ് സ്ട്രാറ്റജി എടുത്തതുകൊണ്ട് ജാസ്മിന് ഹൗസിൽ തോൽവി സംഭവിച്ചുവെന്നും, എന്തൊരു വൃത്തികെട്ട ഗെയിമാണ് ജാസ്മിന്റേതെന്നും, അതുകൊണ്ടാണ് നമ്മൾ വെറുക്കുന്നതെന്നും, അവരുടെ പ്രണയത്തിന് ഒരു സൗന്ദര്യമില്ലായിരുന്നുവെന്നും, അതുണ്ടായിരുന്നുവെങ്കിൽ ജാസ്മിനും ഗബ്രിയും കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രശ്നമാകില്ലായിരുന്നുവെന്നും ഒക്കെ ഫിറോസ് ഖാൻ സംസാരിക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടൊക്കെ ഒരാണ് പെണ്ണുമായി കണക്ട് ആകുമായിരിക്കുമെന്നും, എന്നാൽ ഒരു പെണ്ണ് ആണുമായി കണക്ട് ആകുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും, അതുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല എന്നും ഫിറോസ് ഖാൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇരുവരും പ്രണയമാണെന്ന് സമ്മതിക്കുന്നുമില്ല. പിന്നെ എന്തും നേരിടാൻ കഴിവുള്ള കുട്ടിയാണ് ജാസ്മിൻ. ഗബ്രി ഒരു കുറുക്കനാണ്. എലിമിനേറ്റ് ആയി പോയി ലാൽ സാറിന്റെ അടുത്ത് നിന്നപ്പോൾ ഒരിക്കൽ പോലും ഗബ്രി ജാസ്മിന്റെ പേര് പറയുകയോ അവൾക്ക് പ്രിഫറൻസ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല എന്റെ ഗെയിം ഹൗസിൽ ഉപേക്ഷിച്ചുവെന്ന് പറയുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ ഹൗസിൽ ഗബ്രി ചെയ്തതെല്ലാം അവന്റെ ഗെയിം ആണെന്ന് മനസ്സിലാക്കിക്കൂടെ എന്നുമാണ് ഫിറോസ് ഖാൻ ചോദിക്കുന്നത്. മാത്രമല്ല വൈറ്റ് കാർഡുകളിൽ അല്പമെങ്കിലും ഗെയിം കളിച്ചിട്ടുള്ളത് സിബിനാണ്, പിന്നെ നന്ദനയും എന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത്. അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 3-ൽ ദമ്പതികൾ മത്സരിക്കാനെത്തിയത്. രണ്ട് വ്യക്തികളാണെങ്കിലും ഒറ്റ മത്സരാർത്ഥിയായിട്ടാണ് ഫിറോസ് സജിന ദമ്പതികൾ ഷോയിലേക്ക് എത്തുന്നത്. ബിഗ് ബോസ് വീട്ടിൽ അധികം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കരായി മാറാൻ പിന്നീട് ദമ്പതികൾക്ക് കഴിഞ്ഞു. അതേസമയം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളുടെ ഭാഗമായുള്ള ഗെയിമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ടാസ്കുകൾ പൂർത്തിയാകുമ്പോൾ 6 പോയിന്റാണ് ജിൻഡോ നേടിയത്. 11 പോയിന്റുകളുമായി അഭിഷേക് ശ്രീകുമാറാണ് 1-ാം സ്ഥാനത്തുള്ളത്. സ്ത്രീകളിൽ ജാസ്മിന് മാത്രമാണ് പോയിന്റുകൾ നേടിയത്. 10ഓളം ടാസ്കുകൾ ടിക്കറ്റ് ഫിനാലയുടെ ഭാഗമായി നടക്കും. അവയെല്ലാം പൂർത്തിയാകുമ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നത് അവർക്കായിരിക്കും ടിക്കറ്റ് ഫിനാലെ ലഭിക്കുക. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.